വയനാട് ചൂരൽമല ദുരിതബാധിതർക്ക് സർക്കാർ നിർമ്മിക്കുന്ന വീടുകളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ അംഗം മുഹമ്മദ് കാസിംകോയ സന്ദർശനം നടത്തി. വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കിയ പുനരധിവാസ ടൗൺഷിപ്പ് ഒരു അത്ഭുതമായി കൽപ്പറ്റയുടെ മണ്ണിൽ ഉയർന്നിരിക്കുകയാണ്. തനി കേരള സ്റ്റോറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പദ്ധതി ഒരു ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് എത്രമാത്രം സത്യസന്ധമായി പാലിക്കപ്പെടുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. മാർച്ച് 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുന്ന ഈ ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ 178 കുടുംബങ്ങളാണ് താമസം ആരംഭിക്കുന്നത്. നഗരഹൃദയത്തിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ കോടികൾ വിലമതിക്കുന്ന ഭൂമിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് 410 വീടുകൾ ഒരുങ്ങുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 1500ഓളം തൊഴിലാളികൾ രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിച്ചാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച ഓരോ വീടും റിസോർട്ടുകളെ വെല്ലുന്ന മനോഹാരിതയുള്ളവയാണ്. സോളാർ പാനലുകൾ, വിശാലമായ റോഡുകൾ, കുടിവെള്ള സംഭരണികൾ, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്നിവയ്ക്കു പുറമെ അത്യാധുനികമായ ഒരു നഗരത്തിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മികച്ച ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവയുൾപ്പെടെ ഒരു ജനതയ്ക്ക് ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ഒരുക്കി നൽകുന്ന ഈ ടൗൺഷിപ്പ് ലോകത്തിന് തന്നെ മാതൃകയാണ്. റവന്യൂ മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിരന്തരമായ മേൽനോട്ടത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് ഈ പുനർജന്മം സാധ്യമായത്. നഷ്ടപ്പെട്ട ജീവിതങ്ങളെ ചേർത്തുപിടിക്കുന്ന ഈ സ്വർഗ പൂങ്കാവനം കേരളത്തിന്റെ അതിജീവന ചരിത്രത്തിലെ സമാനതകളില്ലാത്ത അധ്യായമായി മാറും.